ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ ദി IQN തിയറിറ്റിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഓസ്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ആപ്ലിക്കേഷൻ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കേസ് മാനേജർ അസൈൻ ആവും. അദ്ദേഹം നമ്മളോട് 2 എക്സാംസ് കവർ ചെയ്യാൻ പറയും. ഓക്കെ, അതായത് ഒരു കോമ്പറ്റൻസ് അസസ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ഈ കോമ്പറ്റൻസ് അസസ്മെൻറ്റിൽ 2 എക്സാംസ് ആണ് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ദി ക്ലിനിക്കൽ ദി IQN തിയറിറ്റിക്കൽ എക്സാമിനേഷൻ. ഫസ്റ്റ് വൺ ദി IQN തിയറിറ്റിക്കൽ എക്സാമിനേഷൻ. സെക്കൻഡ് വൺ ദി ക്ലിനിക്കൽ കോമ്പറ്റൻസ് അസസ്മെൻറ്റ് പ്രോസസ്സ്, അതാണ് ഓസ്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ദി IQN തിയറിറ്റിക്കൽ എക്സാമിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ദി IQN തിയറിറ്റിക്കൽ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓൺലൈൻ മൾട്ടി ചോയ്സ് എക്സാമിനേഷനാണ്. ഓക്കെ, നമ്മളുടെ നഴ്സിംഗ് നോളജാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് നമുക്കൊരു 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മളൊരു 3 മണിക്കൂറിൽ കവർ ചെയ്യണം. ഓക്കെ, ഈ എക്സാമിന് ദി IQN തിയറിറ്റിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന് 2 പാർട്സുകളുണ്ട്. പാർട്ട് എ ആൻഡ് പാർട്ട് ബി. ഓക്കെ, പാർട്ട് എ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് മെഡിക്കേഷൻ ആൻഡ് സേഫ്റ്റിയാണ്. പാർട്ട് ബി നഴ്സിംഗ് നോളജാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മളുടെ ഈ എക്സാമിന് നമുക്ക് ഒരു 3 അറ്റംപ്റ്റ് എടുക്കാവുന്നതേ ഉള്ളൂ, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. ഓക്കെ, ഈ പാർട്ട് എ ആൻഡ് പാർട്ട് ബി നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ട് ഫെയിലുവർ ആയാൽ നമുക്ക് ആ ഫെയിലുവർ ആയ പാർട്ടിന് മാത്രം റീസിറ്റ് അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി എവിടെയാണ് നമുക്ക് ഈ ടെസ്റ്റ് എടുക്കാൻ പറ്റുന്ന സെൻറ്റർ കിട്ടുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പിയേഴ്സൺ ടെസ്റ്റ് സെൻറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് pearsonpte.com സൈൻ ചെയ്യുക, ഒന്ന് വിസിറ്റ് ചെയ്യുക. pearsonpte.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിയേഴ്സൺ PTE സെൻറ്ററിന് അവർക്കൊരു എബവ് 5000 സെൻറ്റേഴ്സ് 172 കൺട്രീസിലായിട്ട് അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് ന്യൂസിലാൻഡ്. ഓക്കെ, അപ്പോൾ ഏതൊരു കൺട്രിയിൽ നിന്നും, അപ്പോൾ ഏതൊരു ടെസ്റ്റ് സെൻറ്ററിൽ നിന്നും നമുക്ക് ഈ ടെസ്റ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദി IQN തിയറിറ്റിക്കൽ എക്സാമിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഓസ്കിനെ പറ്റി പറയാം. ഓക്കെ, ഓസ്കി മെയിനായിട്ട് നമ്മളെ അസസ് ചെയ്യുന്നത് നഴ്സിൻ്റെ അപ്ലൈഡ് നഴ്സിംഗ് നോളജാണ്. അത് മെയിനായിട്ട് നമ്മൾ കെയർ ചെയ്യണം. ഓക്കെ, ഓസ്കി നമ്മളെ അസസ് ചെയ്യുന്നത് നഴ്സിൻ്റെ അപ്ലൈഡ് നഴ്സിംഗ് നോളജാണ്. നമ്മുടെ ഓസ്കി എക്സാം എടുക്കുന്നതിനും നമ്മളുടെ ഓസ്കി എക്സാമിന് വേണ്ടി ഒരു കോഴ്സ് തരുന്നതിനും ന്യൂസിലാൻഡ് കൗൺസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ക്രൈസ്റ്റ് ചർച്ചിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള നഴ്സ് മോർ സിമുലേഷൻ ആൻഡ് അസസ്മെൻറ്റ് സെൻറ്ററിനെയാണ്. ഓക്കെ, അപ്പോൾ അവരാണ് നമ്മളുടെ ഓസ്കിയുടെ കോഴ്സ് തരുന്നതും എക്സാം നടത്തുന്നതും. അപ്പോൾ നമുക്ക് ഓസ്കി എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 ദിവസത്തെ കോഴ്സാണ് കിട്ടുന്നത്. അതായത് ഓറിയൻറ്റേഷൻ ആൻഡ് പ്രിപ്പറേഷൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2 ദിവസത്തെ കോഴ്സാണ് നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഓസ്കി എക്സാം അവർ ഷെഡ്യൂൾ ചെയ്യും. ആ ഷെഡ്യൂൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓസ്കി എക്സാമിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓസ്കി എക്സാമിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിന് 10 സിനാരിയോസ് ആണുള്ളത്. 10 സിനാരിയോസ് ആണ് അതിൽ കവർ ചെയ്യേണ്ടത്. അതിൽ ടോട്ടൽ ഒരു 120 മിനിറ്റ്സിൽ നമ്മൾ 10 സിനാരിയോസ് കവർ ചെയ്യണം. ഓരോ സിനാരിയോസിനും 12 മിനിറ്റ് വെച്ചിട്ടാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 മിനിറ്റ് റീഡിങ്ങിനാണ് എന്തൊക്കെയാണ് നമ്മൾ ആ സ്റ്റേഷനിൽ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. അടുത്ത 8 മിനിറ്റ്സ് നമ്മളുടെ സിനാരിയോ പെർഫോം ചെയ്യുന്നതിനാണ്. അടുത്ത 2 മിനിറ്റ്സ് നമുക്ക് സ്റ്റേഷൻ ടു സ്റ്റേഷൻ മൂവ്മെൻറ്റിനാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഈ ഓസ്കി ക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് റീഡിങ് നോളജ് കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഓസ്കി ഇപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ ഒരു ന്യൂസിലാൻഡ് നഴ്സിൻ്റെ ലെവലിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ ഓസ്കി ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. അതായത് നമ്മളുടെ ഓസ്കിയിൽ നഴ്സിനെ അവർ അസസ് ചെയ്യുന്നത് അപ്ലൈഡ് നഴ്സിംഗ് നോളജാണ്. അപ്പോൾ അപ്ലൈഡ് നഴ്സിംഗ് നോളജിൽ എന്തൊക്കെ വരും? നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരും. അതേപോലെ നമ്മളൊരു കൾച്ചറലി സേഫ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് ആണോ ഡെലിവർ ചെയ്യുന്നതെന്ന് വരും. ഹാൻഡ് ഹൈജീൻ വരും. അങ്ങനെയുള്ള ഒരുപാട് നമ്മളുടെ ഡ്യൂട്ടി എത്തിക്സ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊരു ന്യൂസിലാൻഡ് നഴ്സിംഗ് സ്റ്റാൻഡേർഡിൽ വരുന്നുണ്ടോ എന്ന് അസസ് ചെയ്യുന്നതാണ് ഓസ്കിയുടെ അസസ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ,
അപ്പോൾ അതിനനുസരിച്ച് വളരെ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലാണോ കുവൈത്തിലാണോ സൗദിയിലാണോ എവിടെയാണോ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ ഒരു ന്യൂസിലാൻഡ് നേഴ്സിൻ്റെ സ്റ്റാൻഡേർഡിൽ നിങ്ങളെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് സിൻസിയർലി ഡെലിവറി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓസ്കി വളരെ ഈസി ആയിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഓസ്കിയുടെ സിനാരിയോസിനെ പറ്റി ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെ ഓരോ സ്റ്റേഷനും ഓസ്കിയുടെ ഓരോ 10 സ്റ്റേഷനാണ് കവർ ചെയ്യേണ്ടത്. ഓരോ സ്റ്റേഷനിലും കവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നഴ്സിൻ്റെ അസസ്മെൻറ്റ് വരും, അതേപോലെ പ്ലാനിങ് വരും, ഇംപ്ലിമെൻറ്റേഷൻ വരും, ഇവാലുവേഷൻ വരും, പിന്നെ ഒരു 4 സ്കിൽ സ്റ്റേഷൻസ് ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ സൈലൻസ് സ്റ്റേഷൻ ഉണ്ടാവും, അതായത് റൈറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാവും, അതേപോലെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റേഷൻ ഉണ്ടാവും. അങ്ങനെ 10 സ്റ്റേഷനിൽ 10 കാര്യങ്ങളാണ് അസസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വളരെ സിൻസിയറായിട്ട്, അതായത് ഇപ്പോൾ ഓസ്കിയുടെ സ്റ്റേഷൻസ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും മിസ്റ്റേക്സ് വരുത്താൻ പാടില്ല. ഫോർ എക്സാമ്പിൾ നമ്മളുടെ എക്സാമിനർ നമ്മളോട് ഒരു പേഷ്യൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു സ്റ്റേഷനിൽ 2 പേരേ ഉണ്ടാവുള്ളൂ. ഒന്ന് എക്സാം എടുക്കുന്ന നിങ്ങളുണ്ടാവും, അതേപോലെ നിങ്ങളുടെ എക്സാമിനർ ഉണ്ടാവും. എക്സാമിനർ ആയിരിക്കും ഒരു പേഷ്യൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിൻസിയറായിട്ട് നിങ്ങൾ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡെലിവറി ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റി, അപ്പോൾ നമ്മളൊക്കെ മനുഷ്യരാണ്, അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ഏറ്റു പറയും, അല്ലേ? നമ്മളത് വെർബലൈസ് ചെയ്യും. നമ്മളത് വെർബലൈസ് ചെയ്തിട്ട് സോറി പറയും. ഓക്കെ, അങ്ങനെയാണ് നമ്മളെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഈ ഓസ്കി സിനാരിയോസിലും നിങ്ങൾ കീപ്പപ്പ് ചെയ്യേണ്ടത്. അതായത് ഒരിക്കലും മെയിൻ കാര്യങ്ങളൊന്നും ഫാൾട്ട് വരാതിരിക്കാൻ നോക്കുക. അതായത് ഇപ്പോൾ നമ്മൾ സിറിഞ്ചിൽ മെഡിസിൻ എടുക്കുന്നു, അത് പേഷ്യൻറ്റിലേക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ ചില കേസുകളിൽ സിറിഞ്ച് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊന്നും മിസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ കാരണം നമ്മളുടെ ഓസ്കിയുടെ സിനാരിയോ ഓൺഗോയിങ് ആകുമ്പോൾ ആ സ്റ്റേഷന് ഒരു നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ നമ്മളുടെ ഈ കാര്യങ്ങളെല്ലാം ക്യാമറ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വലിയ മിസ്റ്റേക്സ് ഒന്നും വരുത്തരുത്. മെയിനായിട്ടുള്ള റെസ്പോൺസിബിൾ കാര്യങ്ങളിലൊന്നും മിസ്റ്റേക്സ് വരുത്തരുത്. ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഹാൻഡ് ഹൈജീൻ, റൈറ്റ്? പക്ഷേ എങ്കിലും ഒരു അസസ്മെൻറ്റിൽ ഒരു സിനാരിയോയിൽ മേ ബി 3 ഹാൻഡ് ഹൈജീനൊക്കെ കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബൈ ചാൻസ് ഒന്നൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് വെർബലൈസ് ചെയ്യരുത്. വെർബലൈസ് ചെയ്യാൻ ഒരിക്കലും വിട്ടുപോകരുത്. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു ഹാൻഡ് ഹൈജീൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയണം നിങ്ങളുടെ എക്സാമിനടുത്ത്, ഹലോ എക്സാമിനർ, ഐ ആം വെരി സോറി, ഐ മിസ്ഡ് 1 ഹാൻഡ് ഹൈജീൻ ആൻഡ് ഇൻ മൈ റിയൽ ലൈഫ് സിനാരിയോ ഐ വോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ എത്രയും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഓസ്കി പാസ്സാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നതാണ് നിങ്ങളുടെ ഓസ്കി എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്ന സെക്ടറിൽ, ആ വർക്ക് ചെയ്യുന്ന പ്രസൻറ്റ് വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ ഒരു ന്യൂസിലാൻഡ് നേഴ്സിൻ്റെ സ്റ്റാൻഡേർഡിൽ വർക്ക് ഡെലിവറി ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഓസ്കി എക്സാം ഈസി ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓസ്കിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇനി പറയാനുള്ളത് ഒരു മൈനസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു, നമ്മൾ ഓസ്കിയുടെ 10 സിനാരിയോസ് അറ്റൻഡ് ചെയ്തു. എന്നാലും നമുക്ക് ഏതെങ്കിലും ഒരു സിനാരിയോ പോയി എന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മൾ ഓസ്കി പൊട്ടും. ഓക്കെ, നമ്മൾ ഇത്രയും എക്സ്പീരിയൻസ് ആയ നേഴ്സിന് ഓസ്കി പൊട്ടേണ്ട കാര്യമില്ല. ഓക്കെ, എങ്കിലും അത് ബാഡ്ലി അൺലക്കിലി നമുക്ക് ഓസ്കി ഫെയിലർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത 2 ചാൻസും കൂടെ കിട്ടും. ഓക്കെ, അടുത്ത 2 അറ്റംപ്റ്റും കൂടെ എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷേ അതിന് ഫീസൊക്കെ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓസ്കിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്യാം.
അതേപോലെ ഈ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അപ്പോൾ ന്യൂസിലാൻഡ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി നഴ്സസിന് ഓൺഗോയിങ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, നമ്മൾ അപ്രോച്ച് ചെയ്യാതിന്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.